വൈഫ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ഇറങ്ങുന്നത്. അതിന് ചെറിയൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ. വൈഫിനെ ഡ്യൂട്ടിക്ക് ആക്കാൻ പോകുന്ന വഴിയിലാണ് കേട്ടോ പോസ്റ്റ് ഓഫീസും കൂടി ഉള്ളത്. ഇതാകുമ്പോൾ എനിക്ക് വൈഫിനെ കൊണ്ട് ബൈക്കിൽ ഡ്രോപ്പ് ചെയ്യാനും പറ്റും. തിരിച്ചു വരുമ്പോൾ എനിക്ക് പോസ്റ്റ് ഓഫീസിൽ കയറി ഞങ്ങളുടെ പാഴ്സലും അയക്കാം. പിന്നെ മാമാട്ടി എപ്പോഴും കൂട്ടത്തിലുണ്ടാകും കേട്ടോ. അപ്പോൾ മാമാട്ടിക്കൊരു റൈഡും കൂടിയാവും. ഹായ്, എൻ്റെ പേര് അമൽ. മാമാട്ടി എന്ന് പറയുന്ന ക്ലോത്തിങ് ബ്രാൻഡിൻ്റെ ഫൗണ്ടറാണ് കേട്ടോ. ആദ്യ സമയങ്ങളിലൊക്കെ നമ്മൾ പാഴ്സൽ അയക്കാനായിട്ട് പോസ്റ്റ് ഓഫീസിൽ ചെല്ലുമ്പോൾ അവരുമായിട്ടൊരു ചെറിയ ചേർച്ചക്കുറവൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ. ഇപ്പോൾ അവർ വളരെയധികം സ്നേഹത്തോടാണ് കേട്ടോ പെരുമാറുന്നത്. എന്ത് പറ്റിയെന്ന് ദൈവം തമ്പുരാനും മാത്രമേ അറിയാവൂ. ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്, ഇനി അവർക്ക് വട്ടായതാണോ ഇനി ഞങ്ങൾക്ക് വട്ടായതാണോ. മാമാട്ടി കുസൃതിയായ കാരണം അവിടുത്തെ മാഡത്തിന് മാമാട്ടി ഭയങ്കര കാര്യമാണ് കേട്ടോ. പോസ്റ്റ് ഓഫീസിലെ മാഡത്തിന്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. രാവിലത്തെ യാത്ര കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ എത്തിയ ശേഷമാണ് കേട്ടോ എൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്നത്. മാമാട്ടിയുടെ കാര്യങ്ങളെല്ലാം നോക്കണം, നാളത്തേക്ക് അയക്കാനുള്ള ഓർഡറുകൾ ഷോർട്ട് ചെയ്യണം, അതേപോലെ തന്നെ നമുക്ക് പുതിയ പാഴ്സൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൊട്ടിച്ച് ക്ലിയർ ചെയ്യണം. എന്തെല്ലാം പരിപാടികളാണ് നടക്കുന്നത്, ഇഷ്ടംപോലെ പണി. പുതിയ പ്രൊഡക്ട്സിൻ്റെ ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം, ഇങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളുടെ സ്മോൾ ബിസിനസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 6 മാസത്തോളമായി. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഏകദേശം ഒരു 600ഓളം ഓർഡേഴ്സ് നമ്മൾ പാക്ക് ചെയ്ത് അയച്ചിട്ടുണ്ട്. നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് നല്ല വിലക്കുറവിൽ കൊടുക്കാനാണ് മാക്സിമം ഞങ്ങൾ ശ്രമിക്കാറ്. കസ്റ്റമേഴ്സിന്റെ ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ടും നല്ല ഫീഡ്ബാക്കും ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട്. ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് റെഗുലറായിട്ട് കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്. അവരെല്ലാം ഞങ്ങളെ വിശ്വസിച്ച്, ഞങ്ങളുടെ പ്രൊഡക്റ്റിനെ വിശ്വസിച്ച് പിന്നെയും ഞങ്ങളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട്. ആ ഒരു വിശ്വാസമാണ് ഞങ്ങളെ ഈ ഫീൽഡിൽ പിന്നെയും പിടിച്ചു നിർത്താനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ഒരു ഓർഡർ പോലും ഇല്ലാത്ത എത്രയോ സ്മോൾ ബിസിനസ്സുകാരുണ്ട്. അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ ലക്കിയാണ് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു സമയം വരുമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ നമുക്ക് ഒരുമിച്ച് മുന്നേറാം.